സാറെ, കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടം പൂർത്തിയാകുമ്പോഴേക്കും അവിടെ 42 ബെഡ് എന്നുള്ളത് 153 ഉയരാൻ പോവുകയാണ്. അങ്ങ് വന്ന ആശുപത്രി സന്ദർശിച്ചതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സ്റ്റാഫ് സ്ട്രെങ്ത് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഫലപ്രദമായ ആശുപത്രി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. MLA ഫണ്ടിൽ നിന്നും പ്ലാൻ ഫണ്ടിൽ നിന്നും ഡയാലിസിസ് യൂണിറ്റുകൾ അനുവദിച്ചിട്ടുണ്ട്. അത് പ്രവർത്തിപ്പിക്കണമെങ്കിലും സർക്കാരിന്റെ വകുപ്പിന്റെ സഹായം ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൈനക്കോളജിയിലും പീഡിയാട്രീഷ്യൻ, ഫിസിഷ്യൻ, അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. പക്ഷേ ENT, സർജറി, ഓർത്തോ, കണ്ണുരോഗ വിദഗ്ധൻ ഇതൊന്നും സ്പെഷ്യലിസ്റ്റുകളില്ലാതെ അനുവദിക്കും. കുണ്ടറയിലെ ജനങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുള്ള ഒരു കാര്യം, നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ ബഹുനില മന്ദിരം കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ 19-ാം തീയതി രാവിലെ 10:30 മണിക്ക് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഈ ആശുപത്രിയുടെ ഓരോ കാലഘട്ടത്തിലെ വികസന പ്രവർത്തനങ്ങൾ അതാത് കാലത്തെ ജനപ്രതിനിധികൾ, അത് ബഹുമാനായ ശ്രീ MA ബേബി, ബഹുമാനായ ശ്രീ കടവൂർ ശിവദാസൻ, ശ്രീ തോപ്പിൽ രവി, അൽഫോൺസ ജോണ്, അതിനു മുമ്പുള്ള MLA-മാര്, അതുപോലെ തന്നെ ഇപ്പോ ഈ പ്രോജക്റ്റിന് ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ MLA-യും മന്ത്രിയുമായിരുന്ന അവസരത്തിലാണ് ഈ ബഹുനില മന്ദിരത്തിനുള്ള തുക അനുവദിച്ചത്. അതിനുശേഷം MLA-ആയി വന്നത് ഞാനാണ്. ഞാൻ വന്ന ആദ്യഘട്ടത്തിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായ ഒരു സന്ദർഭത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ആരോഗ്യവകുപ്പിലെയും ഇതിന്റെ നിർവഹണ ചുമതലയുള്ള KSCB അവരെയും അതുപോലെ കിഫ്ബിയുടെ ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം വിളിച്ചു ചേർത്ത് അവലോകന യോഗങ്ങൾ ഇവിടെയും തിരുവനന്തപുരത്തും നിരവധി തവണ നടത്തി. കൃത്യമായ ഇടവേളകളിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഒരു ഘട്ടത്തിൽ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് നേരിട്ട് തന്നെ നമ്മുടെ ആശുപത്രിയിലെത്തി ബന്ധപ്പെട്ട ആളുകളുടെ യോഗം നമ്മുടെ MLA എന്ന നിലയിൽ എന്റെ സാന്നിധ്യത്തിൽ, നേതൃത്വത്തിൽ ഇവിടെ നടത്തുകയുണ്ടായി. അങ്ങനെ പല പ്രതിസന്ധികൾ നിർമ്മാണത്തിന്റെ പല ഘട്ടത്തിലുണ്ടായി. അതിനെല്ലാം മറികടന്ന് ഇന്ന് അത് പൂർത്തിയായി. ഇപ്പോൾ അത് പൂർത്തിയായി ജനങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രി അത് സമർപ്പിക്കുകയാണ്. നമ്മുടെ ആരോഗ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ചിഞ്ചു റാണി മിനിസ്റ്ററും ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാലും നമ്മുടെ MP ശ്രീ NK പ്രേമേന്ദ്രനും മറ്റ് ബ്ലോക്ക്, ഗ്രാമ, ജില്ലാ ജനപ്രതിനിധികളും ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളുമെല്ലാം വലിയ തോതിൽ ഈ മുഹൂർത്തത്തിൽ അവിടെ പങ്കെടുക്കാൻ ഉണ്ടാകും എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇതിനോടൊപ്പം തന്നെ നമുക്ക് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് കുണ്ടറ. സാധാരണക്കാരായ ജനങ്ങൾ, അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഫണ്ടിൽ നിന്നും, ആരോഗ്യവകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഒരു ഡയാലിസിസ് യൂണിറ്റ് അനുവദിച്ചു. അതിലേക്ക് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിന്റെ അപ്പോഴത്തെ ഭരണസമിതി